നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്ന കഥ മുല്ലപ്പൂവും കല്ല്. ഒരിക്കൽ ഒരു പെൺകുട്ടി കളിക്കാൻ കുറേ കല്ലുകൾ പെറുക്കാൻ തുടങ്ങി. കല്ലുകൾ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് വല്ലാത്ത സുഗന്ധം കിട്ടി. എവിടെ നിന്നാണ് ആ സുഗന്ധം എന്ന് ആദ്യം അവൾക്ക് മനസ്സിലായില്ല. അവളുടെ കൈകളിലുണ്ടായിരുന്ന കല്ലുകളൊന്നും മണത്തു നോക്കി. അവയിൽ ഒരു കല്ലിന് മുല്ലപ്പൂവിൻ്റെ മണം. കുട്ടി അത്ഭുതപ്പെട്ടു. അവൾ കല്ലിനോട് ചോദിച്ചു, നിനക്ക് ഈ സുഗന്ധം എവിടെ നിന്നാണ് കിട്ടിയത്? കല്ല് മറുപടി പറഞ്ഞു, കുട്ടി, ഞാൻ ഇത്രയും നേരം മുല്ലപ്പൂക്കളുടെ കൂടെയായിരുന്നു. ഒരാൾ കുറേ മുല്ലപ്പൂക്കൾ പറിച്ചു കൊണ്ടെൻ്റെ അരികിൽ വെച്ചു. അവയുടെ പൂമ്പൊടി എൻ്റെ ദേഹത്ത് വീണു. അതുകൊണ്ടാണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടിയത്. സുഗന്ധമുള്ള പൂക്കളുടെ കൂടെ ഇരുന്നാൽ കുട്ടിക്കും നല്ല സുഗന്ധം കിട്ടും. കഴിഞ്ഞ മാസത്തിൽ ഒരു ദിവസം ഒരു ചീഞ്ഞ മുട്ട പൊട്ടി എൻ്റെ ദേഹത്ത് തെറിച്ചു വീണു. അതിൽ പിന്നെ കുറേ നാളത്തേക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഉപേക്ഷിച്ച്. കാരണം എന്താണെന്നോ? ചീഞ്ഞ മുട്ടയുമായിട്ടുള്ള ബന്ധം കാരണം അന്ന് എൻ്റെ ദേഹത്ത് ദുർഗന്ധം ഉണ്ടായിരുന്നു. കല്ലിൻ്റെ സംസാരത്തിൽ നിന്ന് കുട്ടിക്ക് ചില പുതിയ അറിവുകൾ നേടാൻ കഴിഞ്ഞു. അവൾ വീണ്ടും സന്തോഷത്തോടെ കളിക്കാൻ പോയി. ആ അറിവുകൾ നിങ്ങൾക്കെന്തെന്നറിയാവോ? നല്ലവരോടൊപ്പം കൂട്ടുകൂടിയാൽ നല്ലതും ചീത്തയായവരോടൊപ്പം കൂട്ടുകൂടിയാൽ ചീത്തയും നമ്മിൽ പകരുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഈ കഥയുടെ സാരം. നന്ദി.